नमस्ते बच्चों, सब ठीक है ना। क्या आपको याद है कि आपने पिछली कक्षा में क्या सीखा था? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? हाँ, पानी ജീവൻ का ആധാർ है. ജലം ജീവൻ്റെ അടിസ്ഥാനമാണ്. പാനി കെ ബിന ജീവൻ സംഭവ് നഹി. ജലമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. पिछली कक्षा में आपने श्री बाबूलाल शर्मा द्वारा लिखित कविता बादलदानी सीखी. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീ ബാബുലാൽ ശർമ്മ പ്രേം എഴുതിയ ബാദൽദാനി എന്ന കവിതയാണ് പഠിച്ചത്. അതിലെ 9 വരികളുടെ അർത്ഥമാണ് നമ്മൾ പഠിച്ചത്. ഹംനെ ഉൻ പങ്ക്തിയും സേ ക്യാ ക്യാ സീഖ. നമ്മൾ ആ വരികളിലൂടെ എന്തൊക്കെയാണ് പഠിച്ചത്? സഭി ജീവജന്തുവും ബാദൽ സെ പാനി ഹോക്കർ ബരസ്നെ കോ കഹത്തെ ഹെ. എല്ലാ ജീവജാലങ്ങളും മേഘത്തോട് മഴയായി പെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ ആവശ്യപ്പെട്ടത്? എല്ലാ ജീവജാലങ്ങളും മേഘത്തോട് ആവശ്യപ്പെടാൻ ഒരു കാരണമുണ്ട്. ക്യോങ്കി യഹാ ചിടിയ ഗായ് സബി പ്യാസെ ഹെ. ഇവിടെ പക്ഷികളും പശുക്കളുമെല്ലാം വളരെ ദാഹമുള്ളവയാണ്. നദിയാം ഔർ താലാബ് സൂഖേ ഹെ. നദികളും കുളങ്ങളുമെല്ലാം ശൂന്യമാണ്. മച്ചലിയാം ഭി പരേഷാൻ ഹെ. മത്സ്യങ്ങളും വളരെയധികം വിഷമത്തിലാണ്. നാവ് സൂഖേ ഘാട്ട് പർ പടി ഹെ. വെള്ളമില്ലാതെ ഉണങ്ങിയ കടവിൽ കിടക്കുന്നു. ഇസ്ലിയേ സഭി ജീവജന്തുവും ബാദൽ സെ പാനി ഹോക്കർ ബരസ്നെ കോ കഹത്തെ ഹെ. അതുകൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും മേഘത്തോട് മഴയായി പെയ്യാൻ ആവശ്യപ്പെട്ടത്. ഇന്ന് അടുത്ത വരികൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. धरती हो जाती है धानी. बादलदानी 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 बादलदानी. फसल धान की खेतों में के राह घाट हरियाली लेके मन किसान का गाये चहके देख देख मेंढों तक पानी. बादलदानी 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 बादलदानी. खूब चमाचम बरसो पानी. खूब चमाचम बरसो पानी. ഇന്ന് അടുത്ത വരികളുടെ അർത്ഥം നോക്കാം. ശ്രദ്ധിക്കുക. सागर से भर भर जल लाते, गाँव गाँव में रस बरसाते, सब जीवों की प्यास बुझाते, धरती हो जाती है दानी, ബാദൽ ദാനി ബാദൽ ദാനി. മഴമേഘത്തോട് എന്താണ് ആവശ്യപ്പെടുന്നത്? സാഗർ സേ ഭർ ഭർ ജല്ലാത്തെ. സാഗർ സമുദ്രം, ഗാവ് ഗ്രാമം, രസ് ബർസാന പാനി ബരസ്ന മഴ പെയ്യിക്കുക, സബ് ജീവോങ്കി പ്യാസ് ബുജാത്തെ. പ്യാസ് ദാഹം, ബുജാത്ത ശമിപ്പിക്കുക. പ്യാസ് ബുജാന എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുക. ധർത്തി ഭൂമി, ധാനി പച്ചപ്പ്. ഇവിടെ അവരാവശ്യപ്പെടുന്നത് ഇതാണ്. സാഗർ സേ ഭർ ഭർ ജല്ലാത്തെ. സാഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് ജലം നിറച്ചു കൊണ്ടുവന്ന് ഗാവ് ഗാവ് മേ രസ് ബർസാത്തെ. ഗ്രാമങ്ങൾ തോറും മഴ പെയ്ച്ചാലും അല്ലെങ്കിൽ മഴ വർഷിക്കൂ. സബ് ജീവോങ്കി പ്യാസ് ബുജാത്തെ. ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾ വളരെയധികം ദാഹിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ സബ് ജീവോങ്കി പ്യാസ് ബുജാത്തെ. അങ്ങനെ മഴ പെയ്യിക്കുമ്പോൾ ആർക്കൊക്കെയാണ് ആശ്വാസമാവുന്നത്?
സബ് ജീവോങ്കി പ്യാസ് ബുജാത്തി, എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിച്ചാലും. ധർത്തി ഹോ ജാത്തി ഹേ ദാനി, അതുമല്ല ഭൂമിയെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയെ പച്ചപ്പുള്ളവളാക്കി മാറ്റിയാലും, ഭൂമിയിൽ പച്ചപ്പ് നിറച്ചാലും. ഒന്നുകൂടെ നോക്കുക. സാഗർ സേ ഭർഭർ ജല്ലാത്തെ, സാഗരത്തിൽ നിന്ന് ജലം നിറച്ചുകൊണ്ടുവന്ന്. ഗാവ് ഗാവ് മേ രസ് ബർസാത്തെ, ഗ്രാമങ്ങൾ തോറും മഴ വർഷിക്കൂ. സബ് ജീവോങ്കി പ്യാസ് ബുജാത്തെ, എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിച്ച്. ധർത്തി ഹോ ജാത്തി ഹേ ദാനി, ഭൂമിയെ പച്ചപ്പുള്ളതാക്കി നിറയ്ക്കൂ. ഇനി അടുത്ത വരികളുടെ അർത്ഥം നോക്കുക. ഫസൽ ദാനി കി ഖേത്തോ മെഹ്കെ, രാഹ് ഘാട്ട് ഹരിയാലി ലഹ്കെ, മൻ കിസാൻ കാ ഗായേ ചഹ്കെ, ദേഖ് ദേഖ് മേട്ടോം തക് പാനി, ബാദൽ ദാനി ബാദൽ ദാനി. ഇനി ഇവിടെ പറയുന്നത് ഇതാണ്. ഫസൽ ദാനിക്ക് ഖേത്തോ മെഹ്കെ, ഫസൽ വിളവ്, ദാൻ ധാന്യം, ഖേത്ത് വയൽ, മെഹ്ക സുഗന്ധം പരത്തുന്ന. അടുത്ത വരി. രാഹ് ഘാട്ട് ഹരിയാലിയിലേക്ക്, രാഹ് വഴി, ഘാട്ട് കടവ്, ഹരിയാലി പച്ചപ്പ്, ലഹ്ക എന്ന് പറഞ്ഞാൽ കാറ്റിൽ ഇളകി ആടുക എന്നാണ് അതിനർത്ഥം. കിസാൻ കർഷകൻ, മേഠ് വരമ്പ്. ഇവിടെ ശ്രദ്ധിക്കുക. ഫസൽ ദാനിക്ക് ഖേത്തോ മെഹ്കെ, രാഹ് ഘാട്ട് ഹരിയാലി ലഹ്കെ, മഴമേഘത്തോട് ആവശ്യപ്പെടുന്നതാണ്. ഫസൽ ദാനിക്ക് ഖേത്തോ മെഹ്കെ, ഇപ്പം നമ്മുടെ ഈ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുക? ഫസൽ ദാനിക്ക് ഖേത്തോ മെഹ്കെ, വിളവുകളുടെ, ഫസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളവ്. വയലുകളിൽ വിളകളുടെ അല്ലെങ്കിൽ ധാന്യങ്ങളുടെ സുഗന്ധം പരക്കട്ടെ. രാഹ് ഘാട്ട് ഹരിയാലി ലഹ്കെ, അതുപോലെ തന്നെ കടവിലേക്ക് പോകുന്ന വഴികളിലെ പച്ചപ്പ്, കടവിലേക്ക് പോകുമ്പോൾ ഇരുവശത്തുമുള്ള പച്ചപ്പ് കാറ്റിൽ ഇളകിയാടട്ടെ. മൻ കിസാൻ കാ ഗായേ ചഹ്കെ, കർഷകൻ്റെ മനസ്സ് നിറഞ്ഞ് കർഷകൻ സന്തോഷം കൊണ്ട് പാട്ട് പാടട്ടെ. ദേഖ് ദേഖ് മേട്ടോം തക് പാനി, അതുപോലെ തന്നെ കാണെ അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കെ തന്നെ വയലുകളിലെ വരമ്പ് വരെ വെള്ളം നിറയട്ടെ. ബാദൽ ദാനി ബാദൽ ദാനി ഖൂബ് ചമാചം ബർസോ പാനി, അല്ലയോ മഴമേഘമേ, അല്ലയോ മഴമേഘമേ, ധാരാളം മഴ പെയ്യിച്ചാലും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫസൽ ദാനിക്ക് ഖേത്തോ മെഹ്കെ, രാഹ് ഘാട്ട് ഹരിയാലി ലഹ്കെ, മൻ കിസാൻ കാ ഗായേ ചഹ്കെ, ദേഖ് ദേഖ് മേട്ടോം തക് പാനി, ബാദൽ ദാനി ബാദൽ ദാനി. ശ്രദ്ധിക്കുക. വയലുകളിൽ ധാന്യങ്ങളുടെ സുഗന്ധം പരക്കട്ടെ. പിന്നെയോ രാഹ് ഘാട്ട് ഹരിയാലി ലഹ്കെ, കടവിലേക്കുള്ള വഴികളിലെ പച്ചപ്പ് കാറ്റിൽ ഇളകിയാടട്ടെ. അടുത്ത വരി. മൻ കിസാൻ കാ ഗായേ ചഹ്കെ, കർഷകൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് ഗാനം പാടട്ടെ. കർഷകൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് ഗാനം പാടട്ടെ. കിസാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കർഷകൻ. കർഷകൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് ഗാനം പാടട്ടെ. അതുപോലെ തന്നെ ദേഖ് ദേഖ് മേട്ടോം തക് പാനി, അങ്ങനെ നോക്കി നിൽക്കെ തന്നെ, ആ സന്തോഷം കൊണ്ട് കർഷകൻ നോക്കി നിൽക്കെ തന്നെ എന്ത് ചെയ്യട്ടെ? വയൽ വരമ്പുകൾ വരെ വെള്ളം നിറയട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലയോ ദാനശീലയായ മഴമേഘമേ, അതുകൊണ്ട് ധാരാളം മഴ പെയ്യിച്ചാലും അല്ലെങ്കിൽ ധാരാളം മഴ വർഷിച്ചാലും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? യഹം ബാരിഷ് ആനെ കെ പെഹലെ और बारिश आने के बाद प्रकृति में आए बदलाव के बारे में बताते हैं. അപ്പോൾ ഈ പാഠഭാഗത്തിൽ മഴയ്ക്ക് മുൻപുള്ള അവസ്ഥ ഇതായിരുന്നു.
എല്ലാ പക്ഷികളും മൃഗങ്ങളും എല്ലാം വളരെ ദാഹമുള്ളവയായിരുന്നു. കുളങ്ങളും അതുപോലെ തന്നെ എല്ലാ ജലാശയങ്ങളും ശൂന്യമായിരുന്നു. കടവിൽ ഇത് വള്ളം ഉണങ്ങിയ നിലത്ത് കിടന്നു. അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് പോലും വളരെയധികം വിഷമമായിരുന്നു. അപ്പോൾ മഴയ്ക്ക് മുൻപുള്ള ദൃശ്യം ഇതായിരുന്നെങ്കിൽ മഴയ്ക്ക് ശേഷം നമ്മുടെ ഭൂമി നല്ലതുപോലെ പച്ചപ്പുള്ളതായിട്ട് തീർന്നു. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. യഹ ബാരിഷ് ആനെ കെ പെഹലെ और बारिश आने के बाद प्रकृति में आए बदलाव के बारे में बताते हैं. മഴ വരുന്നതിന് മുൻപും മഴ വന്നതിന് ശേഷവും പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ഈ പാഠഭാഗത്തിലെ മറ്റുള്ള ആക്ടിവിറ്റീസ് നോക്കാം. പേജ് നമ്പർ 12 തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസാണിത്. ഇത് ഞാൻ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസറുമാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഈ ഗീത് കോൻ ഗാത്ത ഹോഗ. ഈ ഗീതം പാടിയത് ആരായിരിക്കും? ഉത്തരം സഭി ജീവജന്തു ഓർ മനുഷ്യ. എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും. ബാരിഷ് സേ കോൻ കോൻ ഖുഷ് ഹോത്തേ ഹെ. മഴ കണ്ട് ആരെല്ലാമാണ് സന്തോഷിക്കുന്നത്? ഉത്തരം ചിടിയ, ഗായ്, പൗദേ, ബതക്, ഹിരൺ, മേണ്ഡക്, ബന്ദർ, ബच्चे, മച്ഛലിയാം ആദി ഖുഷ് ഹോത്തെ. ഇവിടെ പക്ഷി, പശു, പൗദേ ചെടികൾ, ബതക് താറാവ്, ഹിരൺ മാൻ, മേണ്ഡക് തവള, ബന്ദർ കുരങ്ങൻ, ബच्चे കുട്ടികൾ, മച്ഛലിയ മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് സന്തോഷിച്ചത്. ഇസ്കാ പ്രസംഗ് ക്യാ ഹോ സക്താ ഹെ. ഇതിൻ്റെ സന്ദർഭം എന്താണ്? ഉത്തരം തേസ് ഗർമി കെ ബാദ് വർഷ കാ ആന. വലിയ വേനലിന് ശേഷം മഴയുടെ വരവ്, അതാണ് ഇതിലെ സന്ദർഭം. വഹാ കോൻ കോൻ ഹോഗെ. അവിടെ ആരെല്ലാമാണ് ഉണ്ടായിരുന്നിരിക്കുക? ഉത്തരം മാനവ് കെ സാത്ത് സഭി ജീവജന്തു. മനുഷ്യനോടൊപ്പം എല്ലാ ജീവജാലങ്ങളും. വേ ക്യാ ക്യാ കർത്തേ ഹോഗെ. അവരെന്തൊക്കെ ചെയ്തിരിക്കാം? വേ ഖുഷി സെ ഗീത് ഗാത്തേ ഹെ ഔർ നാച്തേ ഹെ. അവർ സന്തോഷം കൊണ്ട് പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തിരിക്കാം. ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ശ്രദ്ധിക്കുക. തുക്കാന്ത് ശബ്ദ കവിത കോ സുന്ദർ ബനാത്തേ ഹെ. സര ഏ പങ്ക്തിയാൻ പടേ. തുക്കാന്ത ശബ്ദങ്ങൾ കവിതയെ സുന്ദരമാക്കുന്നു. ഈ വരികൾ വായിക്കുക. അപ്പോൾ തുക്കാന്ത് ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൈമിംഗ് വേർഡ്സ് എന്ന് പറയും. അതിനെയാണ് തുക്കാന്ത് ശബ്ദം എന്നതിൽ പറയുന്നത്. പദ്യ കവിത കെ ദോനോം ചരണോं के അന്തിമ അക്ഷരോം കാ പരസ്പർ മേൽ. പദ്യത്തിൻ്റെയോ കവിതയുടെയോ 2 വരികളിലെ അവസാന അക്ഷരങ്ങളുടെ സമാനത, അതിനെയാണ് തുക്കാന്ത ശബ്ദം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പദ്യത്തിൻ്റെയോ കവിതയുടെയോ 2 വരികളിലെ അവസാനത്തെ അക്ഷരങ്ങളുടെ സമാനതയാണ് തുക്കാന്ത ശബ്ദം എന്ന് പറയുന്നത്. ഇവിടെ 2 വരികൾ തന്നിട്ടുണ്ട്. ബാരിഷ് കാ മൗസം ഹേ ആയ ഹം ബच्चों के मन को भाया. ഇൻ പങ്ക്തിയോं के തുക്കാന്ത് ശബ്ദ പഹചാനെ. ഈ വരികളിലെ, പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ വരികൾ, ഈ വരികളിലെ തുക്കാന്ത് ശബ്ദ തിരിച്ചറിയുക. ഉൻകെ നീച്ചെ രേഖ കീഞ്ചി. അതിനടിയിൽ വരയ്ക്കുക. കീഞ്ചിന എന്ന് പറഞ്ഞാൽ വരയ്ക്കുക. അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക. ബാരിഷ് കാ മൗസം ഹേ ആയ ഹം ബच्चों के मन को भाया. ഇവിടെ വരുന്ന തുക്കാന്ത ശബ്ദം എന്ന് പറയുന്നത് ആയ എന്നതും ഭായ എന്നതുമാണ്. അതിൻ്റെ അടിയിൽ വരച്ചിട്ടുണ്ട്. ആയ ഭായ എന്നതാണ് ഇതിലെ തുക്കാന്ത് ശബ്ദം. ഈ കവിതയിൽ എല്ലാ വരികളും നമുക്ക് നോക്കിയാൽ അറിയാം, എല്ലാം തുക്കാന്ത ശബ്ദത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചംചം ചംകി ബിജലി റാണി ഉടി ഗഗൻ മേ ഘടാ സുഹാനി. രേഖാങ്കിത ശബ്ദോं की समानता क्या है?
അടിവരയിട്ടിരിക്കുന്ന വാക്കുകളുടെ സാമ്യം എന്ത്? ഏസെ ജോഡെ ചുൻകർ ലിഖേ. ഇത്തരം ജോഡികൾ തിരഞ്ഞെടുത്ത് എഴുതുക. വരികൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ചം ചം ചംകി ബിജിലി റാണി ഉഡി ഗഗൻ മേ ഖടാ സുഹാനി. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. റാണി, സുഹാനി, അതും റൈമിംഗ് വേർഡ്സ് തന്നെയാണ്. തുക്കാന്ത് ശബ്ദമാണ് വന്നിരിക്കുന്നത്. ഇനി ഇതുപോലെ ഇത്തരം ജോഡികൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ബാദൽ ദാനി ഖൂബ് ചമാചം ബർസോ പാനി. ഇപ്പോൾ കവിതയിൽ നിന്ന് എടുത്തെഴുതിയിരിക്കുന്ന വരികളാണ്. ഒരുപോലെ അവസാനിക്കുന്ന വരികളാണ്. സാമ്യമുള്ള വാക്കുകൾ അതിൽ വന്നിട്ടുണ്ട്. ഇതിൽ ദാനി, പാനി എന്നതാണ് ഇതിൽ വരുന്ന സാമ്യമുള്ള ജോഡികൾ. ഇനി അടുത്ത വരി ശ്രദ്ധിക്കുക. സാഗർ സെ ഭർ ഭർ ജൽ ലാത്തെ ഗാവ് ഗാവ് മേ രസ് ബർസാത്തെ. ഈ വരികളിൽ അവസാനം നോക്കുക. ലാത്തെ ബർസാത്തെ, അതാണ് ഇതിലെ സാമ്യമുള്ള ജോഡികൾ. അവസാനത്തെ ലൈൻസ് നോക്കുക. ഫസൽ ദാനിക്ക് ഖേത്തോ മഹ്കെ രാഹ് ഘാട്ട് ഹരിയാലി ലഹ്കെ. മഹ്കെ ലഹ്കെ, അതാണ് ഇതിൽ വരുന്ന സാമ്യമുള്ള ജോഡികൾ. ഇതുപോലെ ഈ കവിതയിൽ വരുന്ന ഒരേപോലെ സാമ്യം വരുന്ന വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. ബാരിഷ് കാ മൗസം ഹെ ആയ ഹം ബച്ചോങ്കെ മൻ ഗോ ഭായ. ശ്രദ്ധിക്കുക. ഹം ബി ഏസി പങ്ക്തിയാൻ ചോടെ. നമുക്ക് ഇത്തരം വരികൾ കൂട്ടിച്ചേർക്കാം. ഇതിൽ 2 വരികളെ തന്നിട്ടുള്ളൂ. അതിൽ ബാക്കിയുള്ളവ നമ്മൾ സ്വന്തമായിട്ട് പൂരിപ്പിക്കണം. 2 വരികൾ തന്നിട്ടുണ്ട്. അതിനൊരു തലക്കെട്ട് നൽകുക. ആ തലക്കെട്ടും കൊടുക്കണം. ബാക്കിയുള്ള വരികൾ സ്വന്തമായിട്ട് എഴുതുകയും ചെയ്യണം. ഇവിടെ ഞാൻ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും സ്വന്തമായിട്ട് വരികൾ കണ്ടെത്തി എഴുതാനായിട്ട് ശ്രമിക്കുക. ഈ തന്നവയെല്ലാം നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. നല്ലതുപോലെ എഴുതുകയും എഴുതിയ നോട്ടുകൾ നല്ലതുപോലെ പഠിക്കുകയും ചെയ്യുക. ധന്യവാദ്.